നമ്മൾ ആ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് പേര് കമന്റ് ഇട്ടിട്ടുണ്ട്. ഇത് അവർക്ക് അപ്പോഴേ അറിയാം ചേച്ചിയാണ്. ഞാൻ എന്നും നോക്കും ഇങ്ങനെ വൈകിട്ടേ എന്താ കമന്റ് ഇട്ടേക്കുന്നത്, ആരായിരുന്നു അത്. ഞാനങ്ങനെ അതെ അവരെങ്ങനെ അതെ എല്ലാരും ഇങ്ങനെ കമന്റ് ഇട്ടൊക്കെ ഞാൻ വരിക ഇനി എന്നിൽ തന്നെ ഉണ്ടോ, പക്ഷെ ഞാനൊന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പോ ആ ഭാഗവത പാരായണം ചെയ്യാൻ വന്ന അവർക്ക് ഉണ്ടായ ഒരു അനുഭവം ഉണ്ട്, അത് പ്രിയ പറയും. ഒരു 3 പേരുണ്ടായിരുന്നു. അപ്പം നമ്മൾ റൂം കൊടുത്തവർക്ക് റൂമിൽ അവർ ഉറങ്ങാനായിട്ട് ഉറങ്ങുകയൊക്കെ ചെയ്ത് പിറ്റേ ദിവസം പറഞ്ഞു, അയ്യോ ഞാൻ ഇന്ന് നിൽക്കുന്നുള്ളൂ, പോവാങ്ങ്, ഇവിടെ നിൽക്കാൻ എനിക്ക് പേടിയാണ്. ചോദിച്ചാൽ എന്തോ പറ്റിയെന്ന്. എന്തോ എനിക്ക് പേടിയാണ് ഭയങ്കര. ഒന്നാമത് കതവ് തുറക്കാൻ പറ്റുന്നില്ല, പിന്നെ കാണിച്ചു കൊടുത്ത് എങ്ങനെയാണെന്നല്ല, പക്ഷെ അവർക്ക് എത്ര നോക്കിയിട്ട് കതവ് തുറക്കാനും പറ്റുന്നില്ല. പിന്നെ എന്തോ രൂപം കാണുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയാണ്, അവിടെ നിൽക്കുന്നില്ലെന്നും പറഞ്ഞ് ഒരു ദിവസം നിന്നുള്ള ഒരാൾ. അത് ചോദിച്ചിട്ട് അവർ പറയുന്നില്ല, വ്യക്തമായിട്ട് പറഞ്ഞില്ല എന്താണെന്ന്. പനിയായി, അങ്ങ് ഭയങ്കരമായിട്ട് പനിയായി, പിന്നെ വന്നില്ല. വേറെ ആൾ അതിന് പകരത്തിന് പിന്നെ രണ്ടാമത്തെ ദിവസം മുതൽ വന്നത്. പിന്നെ പേടിയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോഴും ഫുൾ ടൈം ഞാനായിരിക്കുമല്ലോ ഈ വീട്ടിലെ, ഒറ്റയ്ക്ക് എപ്പോഴും രാവിലെ പോലും രാത്രി വരെ. ചേട്ടൻ വരുമ്പോൾ ഇപ്പോൾ ഒത്തിരി ലേറ്റ് ആവും, പിന്നെ മോളും ഇപ്പം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ എനിക്ക് അങ്ങനെയൊന്നും പേടിയായിട്ടൊന്നുമേ തോന്നിയിട്ടില്ല. യക്ഷി അങ്ങനെ ഉണ്ടോ എന്ന് എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ, വരുന്നവരൊക്കെ കാണുന്നുണ്ടോ ഉണ്ടോ. വർഷങ്ങൾക്ക് ശേഷം ഞാൻ കാണുന്നത് ചെട്ടുളങ്ങര അമ്പലത്തിനകത്ത് ശ്രീകോവിലിന് അവിടെ നിന്ന് തൊഴുന്ന ഈ പെൺകുട്ടിയെ ഞാൻ കാണുന്നു. ശരിക്കും പറഞ്ഞാൽ അവിടെ വെച്ച്, ആ ശ്രീകോവിലിന്റെ മുന്നിൽ വെച്ച് അവിടെ വെച്ചാണ് ഞാൻ തീരുമാനിക്കുന്നത് എനിക്ക് ഈ പെൺകുട്ടിയെ തന്നെ മതി എന്ന്. അതിനും 1.5 വർഷത്തിന് മുമ്പാണ് ഇവിടേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഈ പെൺകുട്ടി ആയിരിക്കുമോ എന്ന് ഞാൻ ചിന്തിച്ച് ഫോട്ടോ എടുത്തത്. പിന്നെ ഞാൻ കല്യാണം കഴിക്കാനായിട്ട് ഉറപ്പിക്കുന്നത് അമ്മയുടെ അകത്ത് വെച്ചാണ്. പക്ഷെ സത്യം പറയാമല്ലോ, അന്ന് ഞാൻ ആ തീരുമാനം എടുക്കുമ്പോൾ കണ്ട രൂപം പിന്നെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഏതെങ്കിലും ഒരു ശക്തിയെ നമ്മൾ വളരെ ഇതായിട്ട് വിശ്വസിച്ചാൽ അത് നമുക്ക് എല്ലാ നേട്ടങ്ങളും ഉണ്ടാക്കി തരും എന്ന് നമ്മൾ സമർത്ഥിക്കാനാണ് കൂടുതൽ ശ്രമിക്കുന്നത്. ദേവപ്രിയ എന്ന് പറയുന്ന ഞാൻ ഇങ്ങനെ മനസ്സിൽ നെഞ്ചിലേറ്റി നടക്കുന്ന ആ കഥാപാത്രം എൻ്റെ ജീവിതത്തിലേക്ക് പ്രിയ എന്ന് പറയുന്ന പേരോടുകൂടി ഒരു പെൺകുട്ടി കടന്നു വരികയാണ്. പിന്നെ കണ്ട സാഹചര്യം, തീരുമാനമെടുത്ത് ഉറപ്പിച്ച സാഹചര്യം. ഇനി രാജീവ് ഇങ്ങനെ കണ്ടു എന്ന് പറഞ്ഞ ആ ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ വശം എന്താണെന്ന് ഞാൻ പറയാം. ഞാൻ കണ്ടിട്ടുണ്ട് എന്നങ്ങ് ഞാനങ്ങ് പറഞ്ഞാൽ ഒരിക്കലും രാജീവിന് അത് വിശ്വാസം വരുത്തില്ല. അപ്പോൾ രാജീവിനെ വിശ്വസിപ്പിക്കുക എന്നുള്ളതാണ് അവിടുത്തെ പ്രധാന വിഷയം. അപ്പോൾ അത് അവിടെ പുള്ളിക്കാരി കറക്റ്റായിട്ട് ചെയ്തു, അത് പ്രിയയിലൂടെ ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുറത്ത് പറയുന്നത് എൻ്റെ വൈഫിനും എൻ്റെ അമ്മയ്ക്കും വളരെ ഭയമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളുടെ മാത്രം വിശ്വാസമാണല്ലോ. അപ്പം നമ്മളുടെ മാത്രം വിശ്വാസം ഇത് നമ്മളിൽ ഒതുങ്ങി നിൽക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ പറയുന്നത് നാട്ടുകാർക്ക് അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള എല്ലാവരും ഒരേപോലെ അതിനെ എടുക്കണമെന്നില്ലല്ലോ. അപ്പം നമുക്ക് അതിൻ്റെ സമൂഹത്തിൽ നമുക്കതൊരു വിലയിടിവ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളെ ആൾക്കാർ കളിയാക്കും, അല്ലെങ്കിൽ നമ്മളെ ആൾക്കാർ ആക്ഷേപിക്കും. അതുകൊണ്ട് ഇവർക്കെല്ലാം അതുകൊണ്ടൊരു ഉള്ളിലൊരു ഭയമാണ് ഞാൻ ഇങ്ങനെയുള്ള മാധ്യമങ്ങളോട് നമ്മളിത്. അതുകൊണ്ട് ഞാനിപ്പം രാജീവ് തന്നെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായതുകൊണ്ട് മാത്രവും പിന്നെ രാജീവിന് ഭക്തിയുടെ ഒരു തലം ഉള്ളത് കൊണ്ടും മാത്രമാണ് ഞാനിത് ശരിക്കും പറഞ്ഞാൽ നമ്മളിത് പറയാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ അവസാനം സംഭവിച്ച ആ സംഗതി അത് ഒരുപക്ഷെ രാജീവിൻ്റെ ആ ചോദ്യത്തിന് ഒരുപക്ഷെ കൃത്യമായ മറുപടി കിട്ടാതെ രാജീവ് ഇവിടെ നിന്ന് പോയാൽ ഒരുപക്ഷെ രാജീവിന് അത് അവിശ്വസനീയമായിട്ട് തോന്നാം. ഞാനത് കൃത്യമായി രാജീവിനോട് അത് പറയുകയും ചെയ്തു. ഇങ്ങനെയാണ് എൻ്റെ സങ്കല്പം. പക്ഷെ രാജീവ് എന്നോട് വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, അല്ല ചേട്ടൻ ഇത് കാണുന്നുണ്ടോ? പിന്നെ എന്നോട് ചോദിച്ചു. അങ്ങനെ ഒരു തവണയല്ല ചോദിച്ചേ, ഈ ഇന്റർവ്യൂ എന്നോട് കഴിഞ്ഞ തവണ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ സമയത്തും ഓരോ ഗ്യാപ്പിലും രാജീവ് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു. ദ്വാരപാലികയായിട്ട് എൻ്റെ സങ്കല്പത്തിലുള്ള എൻ്റെ ദേവപ്രിയയെ എനിക്ക് നേരിലൊന്ന് കാണണം എന്ന് എനിക്ക് തോന്നിയാൽ എനിക്ക് കാണാനൊരു ഇടമെന്ന് പറയുന്നത് അവിടെ മാത്രമേ ഉള്ളൂ. അവിടെ അതിൻ്റെ പൂർണ്ണ ചൈതന്യത്തിൽ, അതേ രൂപത്തിൽ, അതേ കാട്ടളയിൽ, അതേ ഭാവത്തിലും, അതേപോലെ തന്നെ ഒറ്റ തടിയിലും തീർത്ത ഒരു ശിലയാണിത്. ആദ്യമായി ഒരു പ്രതിമയുണ്ടാക്കി ഈ ദേവപ്രിയയുടെ എൻ്റെ സ്ഥാപനത്തിൽ വെക്കാനായിട്ട്. അതിൻ്റെ പണി പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ആദ്യം
അതുണ്ടാക്കിയ ആള് പ്രിയയുടെ ചിത്രങ്ങളോ ഒന്നും വെച്ചിട്ട് ചെയ്തതല്ല. പക്ഷെ ചെയ്തു വന്നപ്പോൾ അത് പ്രിയയുടെ രൂപമായിട്ടാണ് മാറിയത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ചിത്രം വരച്ചു. ചിത്രം വരച്ചപ്പോഴും രൂപം വരുന്നത് അങ്ങനെയാണ്. ഇത് എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയില്ല. നമസ്കാരം, എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് കായംകുളം ചേരാവള്ളിയിലാണ്. ഈ ഒരു വീട് ഒരുപക്ഷെ നമ്മുടെ ചാനലിലെ വീഡിയോസ് കാണുന്നവർക്കറിയാം. അതായത് യക്ഷി എന്ന ചൈതന്യം, ആ സുന്ദരി യക്ഷി എന്ന ചൈതന്യം കഴിഞ്ഞ 28 വർഷമായി പ്രണയിച്ചു കൊണ്ടിരിക്കുന്ന ജയൻ എന്ന് പറഞ്ഞ ചേട്ടനും ഭാര്യ പ്രിയയും താമസിക്കുന്ന വീടാണ്. ഈ ഒരു വീടെന്ന് പറഞ്ഞാൽ ആ വീട് നമുക്ക് നേരത്തെ ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. 5 വർഷം കൊണ്ടാണ് ഈ വീട് പണിതിരിക്കുന്നത്. ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് തന്നെ ദേവപ്രിയ എന്ന് പറഞ്ഞ ആ ഒരു ചൈതന്യത്തിന് വേണ്ടിയാണ്. ഇന്ന് ഞാനിപ്പം വീണ്ടും ഇവിടെ എത്തിയിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇന്ന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ജയൻ എന്ന് പറഞ്ഞ ചേട്ടൻ്റെയും പ്രിയ എന്ന് പറഞ്ഞ ചേച്ചിയും വിവാഹം കഴിച്ചിട്ട് 24 വർഷം പിന്നിടുകയാണ്. ഓരോ വിവാഹ വാർഷികം വരുമ്പോഴും ഈ ചേട്ടൻ ഈ ചേച്ചിയെ താലി ചാർത്തും. അത് അടുത്തൊരു ക്ഷേത്രമുണ്ട്, ആ ക്ഷേത്രത്തിലെത്തിയിട്ടാണ് ഈ താലി ചാർത്തുന്നത്. ഈ ചാർത്തുന്ന താലിക്കും ചില പ്രത്യേകതകളുണ്ട്. ഈ ഇങ്ങനെ ചാർത്തുന്ന ഓരോ താലിയും ആ ചേച്ചി അണിയുന്നുണ്ട്. ആ ചേച്ചിയുടെ കഴുത്തിൽ കിടക്കുന്ന മാലയിൽ നോക്കിയാൽ കാണാം 24 താലികൾ. ഇന്ന് ചാർത്തിയ ആ ഒരു താലി ഉൾപ്പെടെ 24 താലി. ഇപ്പോൾ ഈ ഇൻട്രോ എടുക്കുന്നത് ഞാൻ ആ ഒരു ചടങ്ങിന് ശേഷമാണ്. അപ്പോൾ ആ ചേച്ചിയുടെ കഴുത്തിൽ നോക്കിയാൽ നമുക്ക് കാണാം ഏതാണ്ട് 24 താലികൾ ഇപ്പോൾ ആ ചേച്ചിയുടെ കഴുത്തിലുണ്ട്. ഇങ്ങനെ ഓരോ വർഷവും എന്തിനാണ് ഇങ്ങനെ താലി ചാർത്തുന്നത്? ആ താലി ചാർത്തുന്നതിന് ചില കാരണങ്ങളുണ്ട്. വെറുതെ ആ ചേട്ടൻ അങ്ങനെ ചെയ്യില്ല. ഒന്നുമില്ലായ്മയിൽ നിന്ന് ആ ചേട്ടനെ തന്നെ ഈ കാണുന്ന ഈ ഒരു കൊട്ടാരത്തിലേക്ക്, ആ ഒരു ജീവിതത്തിലേക്ക് എത്തിച്ചത് ഇന്നും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിനെല്ലാം കാരണം ആ യക്ഷിയമ്മ എന്ന് പറഞ്ഞ ആ സുന്ദരി യക്ഷിയുടെ ചൈതന്യമാണ്. ആദ്യം ഞാൻ ഈ വീട്ടിൽ വരുമ്പോൾ എനിക്ക് അത്ര വിശ്വാസമില്ലായിരുന്നു. പക്ഷെ പിന്നീട് ഉണ്ടായ എൻ്റെ അനുഭവം അതും ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചിട്ടുണ്ട്. അത് എന്താ പറഞ്ഞാൽ ആ ഒരു ചൈതന്യത്തെ എനിക്കും കാണാനുള്ള ഭാഗ്യം കിട്ടി. അതൊരു സെക്കൻഡുകളേ ഉള്ളൂ, എങ്കിലും
നമ്മൾ വിശ്വാസം ഇല്ലാതെ വന്ന ഒരാളെ വിശ്വാസിയാക്കി മാറ്റിയതാണ് വലിയ സംഭവമായി മാറിയത്. അത് ഞാൻ ആ വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈ വിവാഹ വാർഷികത്തിൻ്റെയും ആ താലി ചാർത്തുന്നതിൻ്റെയും അതിൻ്റെയൊക്കെ പിന്നെ കുറേ കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ആ ചേട്ടൻ ഇങ്ങനെ ചെയ്യുന്നത്? അതായത് എല്ലാ വിവാഹ വാർഷിക ദിനത്തിലും താലി ചാർത്തുന്നു എന്ന് പറയുന്നത് ഒരു അപൂർവ സംഭവം തന്നെയാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? അതിൻ്റെ പിന്നിൽ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവെക്കുന്നത്. ഇപ്പം നമ്മൾ അങ്ങനെ ജയൻചേട്ടൻ്റെയും ചേച്ചിയുടെയും വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്നത്തെ ആ സംഭവത്തിന് ശേഷം ഇന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഈ വീട്ടിലോട്ട് വരുന്നത്. ഉള്ളിൽ ചെറിയ പേടിയുണ്ട്, പക്ഷെ സന്തോഷമുണ്ട് നമുക്ക് അങ്ങനെ ഒരു ചൈതന്യത്തെ കാണാൻ സാധിച്ചതിന്. ജയൻചേട്ടാ, ജയൻചേട്ടനും ചേച്ചി എത്തിയിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ. അപ്പോൾ ആ ഒരു സംഭവത്തിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഈ വീട്ടിലേക്ക് വരുന്നത്. ഇപ്പോഴും എനിക്കൊരു, ഞാൻ പറഞ്ഞില്ല, ഒരു വൈബ്രേഷൻ ഉണ്ട്, ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അത് ദേവിയുടെ ചൈതന്യത്തിൻ്റെ കാര്യം തന്നെയാണ്. ഇന്ന് വന്നത് പ്രത്യേകത നിങ്ങളുടെ വിവാഹ വാർഷികമാണ്. ആദ്യം തന്നെ പറയട്ടെ, വിവാഹ വാർഷിക ആശംസകൾ. അപ്പോൾ ഇതിനകത്ത് പറയാനുള്ളത്, എല്ലാ വർഷവും കല്യാണത്തിന് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഓരോ വിവാഹ വാർഷിക സമയത്തും അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി താലി ചാർത്തും. ആ താലി അടക്കമുള്ള ആ മാലയ്ക്കകത്ത് 24ഓളം, അതായത് ഇന്ന് ചാർത്തിയത് ഉൾപ്പെടെ, ഞാൻ ചാർത്തിയതിന് ശേഷം നമ്മളിതായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ ചാർത്തിയ ആ താലി ഉൾപ്പെടെ 24 താലി ആ മാലയ്ക്കകത്ത് ചെയ്യുന്നുമുണ്ട്. അതിന് പിന്നിലൊരു കാരണമുണ്ട്, ഒരു കഥയുണ്ട്, ഒരു സംഭവമുണ്ട്. ഒന്നുമില്ലാതെ അങ്ങനെ ചെയ്യത്തില്ല. 1. 2, ആ താലിക്കും ചില പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ പ്രേക്ഷകരുമായിട്ട്, ചേട്ടനെ സ്നേഹിക്കുന്ന, ചേച്ചിയെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, നമുക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇതൊന്ന് പങ്കുവെക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമുക്ക് ബാക്കി സംസാരത്തിലോട്ട് പോവാം. ഞാനന്ന് എനിക്കൊരു അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞു, സത്യസന്ധമായിട്ട് പറഞ്ഞായിരുന്നു. അത് എന്തായിരിക്കും ഞാൻ അങ്ങനെ കാണാൻ ചേട്ടൻ വിചാരിക്കും? അല്ല, ഞാൻ പിന്നെ ഇത് രാജീവ് അന്ന് അങ്ങനെ കണ്ടു എന്ന് പറയുമ്പോൾ, ഞാൻ ഈ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഞങ്ങൾ പറഞ്ഞല്ലോ, ഞാൻ ആദ്യമായിട്ട് കണ്ടതിന് ശേഷം 2 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ വിവാഹം കഴിക്കുന്നത്. ആ വിവാഹം കഴിക്കുന്ന ആ കാലയളവിന് ഇടയ്ക്ക് അന്ന് എനിക്ക് വിവാഹപ്രായം അല്ലായിരുന്നു ആ കണ്ട സമയത്ത്. അപ്പോൾ അതിനുശേഷം വിവാഹം ഞാൻ കഴിക്കണം എന്ന് വിചാരിച്ച സമയത്ത് ഞാൻ ഒരു 10-25 പെൺകുട്ടികളെയെങ്കിലും ഞാൻ പെണ്ണുകാണൽ ചടങ്ങായിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെ ആ സമയത്തും ഈ പെൺകുട്ടിയുമായിട്ട് അവരുടെ വീട്ടുകാരുമായിട്ട് നമുക്ക് സൗഹൃദമുണ്ട്. അങ്ങനെ അവസാനം ഞാൻ എടുത്ത ഒരു തീരുമാനമാണ്, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ പെൺകുട്ടിയെ തന്നെ മതിയല്ലോ, വിവാഹം കഴിച്ചാൽ മതിയല്ലോ എന്ന് കരുതി ഞാൻ അവസാനമായിട്ട്, കാരണം എനിക്ക് കണ്ട മുഖം ഓർമ്മയില്ല, അപ്പോൾ ഈ മുഖം എനിക്ക് ഒന്നുകൂടെ ഒന്ന് ഓർമ്മപ്പെടുത്താനായിട്ട് ഞാൻ അവസാനമായിട്ട് തീരുമാനമെടുക്കുന്നത്, ഞാൻ ആ പെൺകുട്ടിയെ, അന്ന് ഈ ഫോൺ സൗകര്യമൊന്നും ഇല്ലാത്ത സമയം, ലാൻഡ് ഫോൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒരു പെൺകുട്ടിയെ നേരിട്ട് വിളിച്ചിട്ട് പറഞ്ഞു എനിക്കത് കാണണം, അപ്പോൾ അതുകൊണ്ട് ചെട്ടോളങ്ങര അമ്പലത്തിലേക്ക് ഒന്ന് വരാമോ എന്ന് ഞാൻ ചോദിച്ചു. കാരണം എനിക്ക് അങ്ങോട്ടൊന്ന് പോയി കാണാനുള്ള ഒരു സംഭവം, ഒരു ഇതുകൊണ്ട് ഞാൻ പറഞ്ഞു ചെട്ടോളങ്ങര അമ്മയടുത്തൊന്ന് പോയി ഒന്ന് വരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ കാണുന്നത് ചെട്ടോളങ്ങര അമ്പലത്തിനകത്ത് ശ്രീകോവിലിന് അവിടെ നിന്ന് തൊഴുന്ന ഈ പെൺകുട്ടിയെ ഞാൻ കാണുന്നു. ശരിക്കും പറഞ്ഞാൽ അവിടെ വെച്ച്, ആ ശ്രീകോവിലിൻ്റെ മുന്നിൽ വെച്ച്, അവിടെ വെച്ചാണ് ഞാൻ തീരുമാനിക്കുന്നത് എനിക്ക് ഈ പെൺകുട്ടിയെ തന്നെ മതി എന്ന്. അതിനും 1.5 വർഷത്തിന് മുമ്പാണ് ഇവിടേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഈ പെൺകുട്ടി ആയിരിക്കുമോ എന്ന് ഞാൻ ചിന്തിച്ച് ഫോട്ടോ എടുത്തത്. പിന്നെ ഞാൻ കല്യാണം കഴിക്കാനായിട്ട് ഉറപ്പിക്കുന്നത് അമ്മയുടെ അകത്ത് വെച്ചാണ്. പക്ഷെ സത്യം പറയാമല്ലോ, അന്ന് ഞാൻ ആ തീരുമാനം എടുക്കുമ്പോൾ കണ്ട രൂപം പിന്നെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ ഇതുപോലെ യാദൃച്ഛ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ പറയുമ്പോഴാണ്. കാരണം ഈ കഥയുമായി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആ കഥ എങ്ങനെയാണോ അത് ഞാൻ എൻ്റെ മനസ്സിലേറ്റിയത്, അല്ലെ ആ കഥയിലെ കാര്യങ്ങൾ എന്താണോ അതൊക്കെ തന്നെയാണ് മറ്റൊരു രൂപത്തിൽ എൻ്റെ ജീവിതത്തിൽ കറക്റ്റായിട്ട് സംഭവിച്ചുകൊണ്ടിരുന്നത്. അത് പ്രിയ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് വരെ. കാരണം ഞാൻ ആദ്യമായിട്ട് ചോദിക്കുമ്പം ദേവപ്രിയ എന്ന് പറയുന്ന, ഞാൻ ഇങ്ങനെ മനസ്സിൽ നെഞ്ചിലേറ്റി നടക്കുന്ന ആ കഥാപാത്രം എൻ്റെ ജീവിതത്തിലേക്ക് പ്രിയ എന്ന് പറയുന്ന പേരോടുകൂടി ഒരു പെൺകുട്ടി കടന്നു വരികയാണ്. പിന്നെ കണ്ട സാഹചര്യം, തീരുമാനമെടുത്ത് ഉറപ്പിച്ച സാഹചര്യം, പിന്നെ ഇങ്ങനെ വന്ന് ഞാൻ ആദ്യമായി ഒരു പ്രതിമയുണ്ടാക്കി ഈ ദേവപ്രിയയുടെ എൻ്റെ സ്ഥാപനത്തിൽ വെക്കാനായിട്ട്. അതിൻ്റെ പണി പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ആദ്യം അതുണ്ടാക്കിയ ആള് പ്രിയയുടെ ചിത്രങ്ങളോ ഒന്നും വെച്ചിട്ട് ചെയ്തതല്ല. പക്ഷെ ചെയ്തു വന്നപ്പോൾ അത് പ്രിയയുടെ രൂപമായിട്ടാണ് മാറിയത്.
പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ചിത്രം വരച്ചു. ചിത്രം വരച്ചപ്പോഴും രൂപം വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇത് എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയില്ല. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ഭാഗ്യങ്ങളെന്ന് വേണം പറയാൻ. അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രം ഉണ്ടാവുന്ന ചില ഭാഗ്യങ്ങളാണെന്ന് കരുതുന്ന ആളാണ് ഞാൻ. ചെട്ടുളങ്ങര അമ്മയുടെ അടുത്ത് എനിക്കിപ്പോൾ അടുത്ത് ഈ കണ്ടുമുട്ടലും സാഹചര്യങ്ങളും എല്ലാം സംഭവിച്ചിരിക്കുന്ന ചെട്ടുളങ്ങരയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പം എനിക്ക് പെട്ടെന്ന് ദ്വാരപാലികയായിട്ട് എൻ്റെ സങ്കല്പത്തിലുള്ള എൻ്റെ ദേവപ്രിയയെ എനിക്ക് നേരിലൊന്ന് കാണണം എന്ന് എനിക്ക് തോന്നിയാൽ എനിക്ക് കാണാനൊരു ഇടമെന്ന് പറയുന്നത് അവിടെ മാത്രമേ ഉള്ളൂ. അവിടെ അതിൻ്റെ പൂർണ്ണ ചൈതന്യത്തിൽ അതേ രൂപത്തിൽ, അതേ കാട്ടളയിൽ, അതേ ഭാവത്തിലും, അതേപോലെ തന്നെ ഒറ്റ തടിയിലും തീർത്ത ഒരു ശിലയാണിത്. പക്ഷേ യഥാർത്ഥത്തിൽ ദേവപ്രിയയുടെ ശില കൃഷ്ണശിലയാണ്. അത് കഥയിൽ പറയുന്നത് ഓമല്ലൂരാണ്. പക്ഷേ ഇത് എഴുതിയ ആള് പിന്നെ കോട്ടയത്തുള്ള ഒരു അതിപുരാതനമായ ഒരു ക്ഷേത്രത്തിൽ ഇരുന്നാണ്. പിന്നെ കഥയിൽ പറയുന്നത് ഓമല്ലൂരുമാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നതെല്ലാം ചെട്ടുളങ്ങരയിൽ നിന്നാണ്. ചെട്ടുളങ്ങരയായിട്ട് ബന്ധപ്പെട്ടാണ് എല്ലാം സംഭവിച്ചിരിക്കുന്നത്. ഇനി രാജീവ് ഇങ്ങനെ കണ്ടു എന്ന് പറഞ്ഞ ആ ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ ശരിക്കും പറഞ്ഞ അതിൻ്റെ യഥാർത്ഥ വശം എന്താണെന്ന് ഞാൻ പറയാം. കാരണം രാജീവ് എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വരുന്ന സമയത്ത് ആദ്യം മുതലേ രാജീവ് എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ ദേവപ്രിയ എന്ന് പറയുന്ന ഞാൻ ഈ പറയുന്ന കഥാപാത്രം, അല്ലെങ്കിൽ ഞാൻ ഉപാസിക്കുന്ന ഈ ദേവി, അല്ലെങ്കിൽ യക്ഷി സങ്കല്പത്തിലുള്ള ഈ ദേവത, ഇതിനെ ചേട്ടൻ കണ്ടിട്ടുണ്ടോ എന്ന് ഈ ഇൻ്റർവ്യൂവിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പം അപ്പോഴൊക്കെയും ഞാൻ പറയുന്നുണ്ട്, ഈ സങ്കല്പങ്ങളെല്ലാം എൻ്റെ മാത്രം കാര്യങ്ങളാണ്, എൻ്റെ ചിന്തകളാണത്. ഇത് എനിക്ക് ചെവിയിലിരുന്ന് പറയുന്നത് പോലെ എനിക്കിത് കേൾക്കാൻ പറ്റുന്നുണ്ട്, എനിക്കിത് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ അത് ചിലപ്പോൾ ഒരു പക്ഷേ എൻ്റെ മുന്നിലിരിക്കുന്ന രാജീവിൻ്റെ രൂപത്തിലായിരിക്കാം, ഇല്ലെങ്കിൽ വേറെ ഒരാളുടെ രൂപത്തിൽ വന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നതായിരിക്കാം. പക്ഷേ എനിക്കത് ബോധ്യമുണ്ട്. ആ പ്രസൻറ്റ് ചെയ്ത് എൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് ഇത് ദേവപ്രിയ ആണ് പറയുന്നത്, ഇത് രാജീവ് അല്ല പറയുന്നത് എന്ന് എനിക്ക് കൃത്യസമയത്ത് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. അപ്പം ഞാനത് കൃത്യമായി രാജീവിനോടത് പറയുകയും ചെയ്തു. ഇങ്ങനെയാണ് എൻ്റെ സങ്കല്പം. പക്ഷെ രാജീവ് എന്നോട് വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, അല്ല ചേട്ടൻ ഇത് കാണുന്നുണ്ടോ? പിന്നെ എന്നോട് ചോദിച്ചു. അങ്ങനെ ഒരു തവണയല്ല ചോദിച്ചേ, ഈ ഇൻ്റർവ്യൂ എന്നോട് കഴിഞ്ഞ തവണ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ സമയത്തും ഓരോ ഗ്യാപ്പിലും രാജീവ് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ആ സ്റ്റാൻഡിൽ നിന്ന് മാറാതെ തന്നെയാണ് ഞാൻ രാജീവിന് മറുപടി തന്നത്. പക്ഷെ അവസാനം സംഭവിച്ച ആ സംഗതി, അത് ഒരുപക്ഷെ രാജീവിൻ്റെ ആ ചോദ്യത്തിന് ഒരുപക്ഷെ കൃത്യമായ മറുപടി കിട്ടാതെ രാജീവ് ഇവിടെ നിന്ന് പോയാൽ ഒരുപക്ഷെ രാജീവിന് അത് അവിശ്വസനീയമായിട്ട് തോന്നാം, അല്ലെങ്കിൽ സാധാരണ എല്ലാവർക്കും പറയുന്നത് പോലെ എന്തും ആയിക്കോട്ടെ. പക്ഷെ അവിടെ ദേവപ്രിയ എന്നെയാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്തത്, സഹായിച്ചത്. ഞാൻ കണ്ടിട്ടുണ്ട് എന്നങ്ങ് ഞാനങ്ങ് പറഞ്ഞാൽ ഒരിക്കലും രാജീവിന് അത് വിശ്വാസം വരുന്നില്ല. അപ്പോൾ രാജീവിനെ വിശ്വസിപ്പിക്കുക എന്നുള്ളതാണ് അവിടുത്തെ പ്രധാന വിഷയം. അപ്പോൾ അത് അവിടെ പുള്ളിക്കാരി കറക്റ്റായിട്ട് ചെയ്തു, അത് പ്രിയയിലൂടെ ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം ഇത് പ്രിയയ്ക്ക് ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ധാരണയില്ല, ഒന്നും അറിയത്തുമില്ല. പക്ഷെ പലപ്പോഴും ഈ ദേവപ്രിയ എന്ന് പറയുന്ന സങ്കല്പം രൂപത്തിലായാലും ശരി, മറ്റ് തലത്തിലായാലും ശരി, ഞാൻ എന്ത് ക്രിയേഷൻ ചെയ്യാനായിട്ട് നിന്നാലും അതിൻ്റെ രൂപം ആ രീതി തലങ്ങളിലേക്ക് എത്തപ്പെടുന്നുണ്ട്. അതിനകത്ത് എനിക്ക് തോന്നുന്നു പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഈ സങ്കല്പങ്ങൾക്കെല്ലാം അനുസരിച്ച് കൃത്യമായി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതുകൊണ്ടായിരിക്കാം. അത് ഞാൻ എന്താണോ ചിന്തിക്കുന്നത്, അല്ല ഞാൻ എങ്ങനെയാണോ ഇക്കാര്യത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ, ഇതുപോലെ എന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്നുണ്ട്. എന്നോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അതിനെ അതേപോലെ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ എന്താണോ എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച്, അത് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പുള്ളിക്കാരി നിൽക്കുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ. ഇപ്പം ഉദാഹരണത്തിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്, സാധാരണഗതിയിൽ സ്ത്രീകളാരും ഇങ്ങനെ ഇപ്പം എല്ലാവരും താലി കെട്ടുന്നു. അപ്പം ആ താലി എങ്ങനെ ഇടണം, എല്ലാ സ്ത്രീകൾക്കും അവർക്ക് ചില ആഗ്രഹങ്ങളുണ്ടാവും. ഇപ്പം പുരുഷൻ്റെ ആഗ്രഹത്തിനനുസരിച്ചായിരിക്കത്തില്ല ഒരു പക്ഷേ, അവരുടെ ഇത് ധരിക്കുന്നത് അവരാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരത് എന്താ പറയുക, അവരുടെയും കൂടി ഇഷ്ടം അനുസരിച്ചായിരിക്കും ചെയ്യുന്നത്. പക്ഷെ പൂർണ്ണമായിട്ടും എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ആ താലി. ഇനി വേറൊരു ഉദാഹരണം രാജീവിനോട് പറയാനാണെങ്കിൽ, ഡ്രസ്സ് ധരിക്കുന്നത് പോലും ഒരിക്കലും ഭർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചിലപ്പോൾ ഒരു ഡ്രസ്സ് ധരിച്ചിരിക്കാം.
പക്ഷേ ഒരു മുഴുനീള ഒരു ജീവിതത്തിൽ മൊത്തം ഈ ഡ്രസ്സേ ധരിക്കാവുള്ള ഒരാൾ ശാഠ്യം പിടിച്ചാൽ, അല്ലെ ഒരു ഭർത്താവ് ശാഠ്യം പിടിച്ചാൽ ഒരു ഭാര്യ അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇവിടെ പ്രിയ സെറ്റും മുണ്ടും ഉടുത്താൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് ജീവിതത്തിൽ ഉടനീളം അന്ന് മുതൽ ഇന്ന് വരെയും സെറ്റും മുണ്ടും തന്നെയാണ് ഉടുക്കുന്നത്. വല്ലപ്പോഴും അങ്ങനെ അതെ 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 അത് കഴിഞ്ഞ് ആ അവസ്ഥ ചേട്ടൻ എന്നോട് പറഞ്ഞു. ഈ സംഭവം ചേട്ടൻ ചേച്ചിയോട് പറഞ്ഞപ്പോൾ ചേച്ചിയുടെ ഭാഗത്ത് എന്താ ചേച്ചി നമ്മളോട് പിന്നീട് സംസാരിക്കും. അപ്പം ചേട്ടൻ പറയാം. ശരിക്കും പുള്ളിക്കാരിക്ക് ചെറിയൊരു ഭയമൊക്കെ ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കാരിക്ക് ഒരു ആശ്വാസം കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പോസിറ്റീവായിട്ടുള്ള, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുറത്ത് പറയുന്നത് എൻ്റെ വൈഫിനും എൻ്റെ അമ്മയ്ക്കും വളരെ ഭയമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളുടെ മാത്രം വിശ്വാസമാണല്ലോ. അപ്പം നമ്മളുടെ മാത്രം വിശ്വാസം ഇത് നമ്മളിൽ ഒതുങ്ങി നിൽക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ പറയുന്നത് നാട്ടുകാർക്ക് അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള എല്ലാവരും ഒരേപോലെ അതിനെ എടുക്കണമെന്നില്ലല്ലോ. അപ്പം നമുക്ക് അതിൻ്റെ സമൂഹത്തിൽ നമുക്കതൊരു വിലയിടിവ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളെ ആൾക്കാർ കളിയാക്കും, അല്ലെങ്കിൽ നമ്മളെ ആൾക്കാർ ആക്ഷേപിക്കും. അതുകൊണ്ട് ഇവർക്കെല്ലാം അതുകൊണ്ടൊരു ഉള്ളിലൊരു ഭയമാണ് ഞാൻ ഇങ്ങനെയുള്ള മാധ്യമങ്ങളോട് നമ്മളിത്. അതുകൊണ്ട് ഞാനിപ്പം രാജീവ് തന്നെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായതുകൊണ്ട് മാത്രവും പിന്നെ രാജീവിന് ഭക്തിയുടെ ഒരു തലം ഉള്ളത് കൊണ്ടും മാത്രമാണ് ഞാനിത് ശരിക്കും പറഞ്ഞാൽ നമ്മളിത് പറയാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഉള്ള ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഏതെങ്കിലും ഒരു ശക്തിയെ നമ്മൾ വളരെ ഇതായിട്ട് വിശ്വസിച്ചാൽ അത് നമുക്ക് എല്ലാ നേട്ടങ്ങളും ഉണ്ടാക്കി തരും എന്ന് നമ്മൾ സമർത്ഥിക്കാനാണ് കൂടുതൽ ശ്രമിക്കുന്നത്. അപ്പം അത് നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ലാത്ത ഒരില്ലായ്മയിൽ നിന്ന് നമുക്കിതെല്ലാം നമുക്ക് തന്നത് സാക്ഷാൽ അയ്യപ്പ സ്വാമിയും നമുക്ക് ഈ പറയുന്ന നമ്മുടെ ഈ സങ്കല്പമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ അകത്ത് കാരണം. ഇപ്പം ഞാൻ ശബരിമല ഇപ്പോൾ മാലയിട്ടിരിക്കുക, നടന്നാണ് പോകുന്നത്. അതെ 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 അതൊക്കെ എന്താണ് അങ്ങനെ സംഭവം? അതിനൊക്കെ ജനപ്രിയമായിട്ട് അങ്ങനെ ഉണ്ടോ? അതിനെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇപ്പം ഈ ദേവപ്രിയ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം നമ്മളുടെ ചിന്തകളെല്ലാം ഇത്തരത്തിൽ, അതായത് നമ്മൾ വിവാഹം കഴിക്കാനായിട്ട് പെൺകുട്ടിയെ കണ്ടു, അത് അവിടെയായിരുന്നു. അതിനുശേഷം നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ആ കഥയിൽ ഉടനീളം നടക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത്. അപ്പോൾ വിവാഹ സമയം ആയിക്കഴിഞ്ഞപ്പോൾ താലിയുടെ വിഷയം വന്നപ്പോൾ എനിക്ക് സാധാരണ ഒരു താലി കെട്ടണം എന്നെൻ്റെ മനസ്സിൽ തോന്നിയില്ല. അപ്പോൾ എൻ്റെ സങ്കല്പത്തിൽ കിടക്കുന്നതെല്ലാം ഈ ദേവപ്രിയ എന്ന് പറയുന്ന ഈ സങ്കല്പം ആയതുകൊണ്ട് എല്ലാവരുടെയും പോലുള്ള ഒരു താലി ആയിരിക്കരുത്, അത് പിന്നെ ചരടിലായിരിക്കണം, ആ കെട്ടുന്ന ചരട് തന്നെ കണ്ടിന്യൂ ചെയ്യണം, അത് തന്നെ മാറി 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 അതിൽ തന്നെ ചരട് കോർത്ത് തന്നെ ഇടണം എന്നൊക്കെ തന്നെ ആയിരുന്നു എൻ്റെ സങ്കല്പം. മാലയിലേക്ക് മാറ്റുക. അപ്പോൾ അതെന്നൊക്കെ മാറ്റിയിട്ട് ഒരു വിശ്വകർമ്മയുടെ ബ്രാഹ്മണത്താലി എന്ന് പറയും. അപ്പോൾ ആ താലിക്കകത്ത് തുളസിത്തറയുണ്ട്, ശിവലിംഗമുണ്ട്. ആ താലിയെ സംരക്ഷിക്കുന്ന 2 ഭൂതഗണങ്ങളുണ്ട്. ഒരു 9 ചതുരങ്ങളുള്ള 2 ഭൂതഗണങ്ങളുണ്ട്. പിന്നെ വീണ്ടും 2 മഹാലക്ഷ്മിമാരുണ്ട്. ഇത് ഇത്രയും കൂടെ അടങ്ങുന്നതാണ് ആ താലി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഓരോ വർഷവും നമ്മൾ അതിനെ പുതുക്കുന്ന. അതെ 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 അത് ഈ തോന്നലുകളെല്ലാം ഈ ഞാൻ പറഞ്ഞല്ലോ, ദേവപ്രിയ എന്ന് പറയുന്ന ഈ കഥാപാത്രം നമ്മളിലേക്ക് വന്നിട്ട്, ഞാൻ പറഞ്ഞില്ലേ നമ്മളുടെ ചെവിയിലിരുന്ന് ഇങ്ങനെ പറയുന്ന പോലെ ഫീൽ ചെയ്യുന്നത് ഞാനിപ്പോൾ നമുക്കൊക്കെ ഭയങ്കര ഫീലാണ്. അത് നമ്മൾ ചില സമയത്ത് അത് നമ്മുടെ തോന്നലാണെന്നൊരു സംഗതി നമുക്ക് ചില സമയത്ത് വരും. അത് തോന്നലാണെന്ന് നമുക്ക് ചില സമയത്ത് തോന്നും. അത് നമ്മുടെ എല്ലാ മനുഷ്യർക്കും ഒരേപോലെ ചിന്തകൾ പോകത്തില്ലല്ലോ. അപ്പം ചില സമയത്ത് നമുക്ക് തോന്നും അത് നമ്മുടെ വെറും തോന്നലാണ്, ഇതിനെ നമ്മൾ ഇങ്ങനെ അന്ധമായിട്ട് അങ്ങനെ ആവുന്നത് എന്തിനാ എന്ന് നമുക്കൊന്ന് തോന്നും. അപ്പം അങ്ങനെ ആണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ അതിനൊരു നെഗറ്റീവാണ്. നമ്മൾ നെഗറ്റീവ് ചിന്തിക്കുമ്പോൾ അടുത്ത സ്റ്റെപ്പ് നിനക്ക് വരാൻ പോകുന്നത് ഇങ്ങനൊരു നെഗറ്റീവ് വരും എന്ന് പറയുമ്പോഴും നമ്മൾ അവിടെ എന്ത് പറയും? എന്നാൽ അതൊന്ന് കാണണമല്ലോ എന്ന് പറയും. എന്നാൽ അതൊന്ന് കാണണമല്ലോ എന്ന് പറയുമ്പം നമ്മൾ എന്ത് ചെയ്യും?
എന്നാ പിടിച്ചു എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് താലിയുടെ വിഷയമാണ്. അപ്പോൾ ഞാൻ ഏത് താലി വേണം എന്ന് തീരുമാനിച്ചപ്പോൾ ഇത്തരത്തിലൊരു താലിയാണ് ചാർത്തിയത്. അപ്പോൾ ഈ താലി പൂർണ്ണമായിട്ടും ചരടിൽ തന്നെയാണ് അത് ധരിക്കേണ്ടത്. അത് മാസാമാസം ചരട് മാറണം. ഇതാണ് സങ്കല്പം. അപ്പോൾ എൻ്റെ മനസ്സിൽ എടുക്കുന്ന തീരുമാനങ്ങൾ അത് ദേവപ്രിയ എനിക്ക് ഉപദേശിക്കുന്നത് പോലാണ്. എൻ്റെ ചിന്തകൾ അങ്ങനെയാണ് പോകുന്നത്. ഈ ചരട് മാറുന്നതിനോടൊപ്പം തന്നെ എല്ലാ വർഷവും ഓരോ മിന്ന് ഞാൻ അതിനകത്ത് കോർക്കും. ആ മിന്നിൻ്റെ കൂടെ അതിൻ്റെ കൂടെ ഒരു പഞ്ചഭൂതങ്ങളെ സങ്കല്പിച്ചുകൊണ്ട് ആ മിന്നിനെ സംരക്ഷിച്ചുകൊണ്ട് ഒരു ബോളും കൂടെ അതിൻ്റെ കൂടെ ചേർക്കും. അപ്പോൾ ആ ഓരോ മിന്നിലും 1, 2, 3, 4, 5 എന്നിങ്ങനെ നമ്മൾ ആ ഓരോ മിന്നിലും ചേർക്കും. ഇപ്പോൾ നമ്മൾ ചാർത്തിയേക്കുന്ന മിന്നെന്ന് പറയുന്നത് 24 എന്നെഴുതിയ മിന്നാണ്. ഇത് വർഷങ്ങളായിട്ട് ഒരാൾ തന്നെയാണ് ഇത് പണിതുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹമാണ് ഈ മിന്നെല്ലാം പണിത് നമുക്ക് തരുന്നത്. അർജുനൻകുട്ടിച്ചേട്ടൻ എന്ന് പറയും. കൃഷ്ണപുരം കൊട്ടാരത്തിൻ്റെ തൊട്ട് വടക്ക് വശത്ത് താമസിക്കുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അച്ഛനും അപ്പൂപ്പന്മാരും ഒക്കെ ഈ താലികളുടെ ഒരു സ്പെഷ്യലിസ്റ്റുകളായിരുന്നു. കായംകുളം പ്രദേശത്ത് ഓണാട്ടുകരയിൽ താലികളൊക്കെ ചെയ്യുന്ന ഒരു ഫാമിലിയാണ്. അദ്ദേഹത്തെ കൊണ്ടാണ് ഞാനിതെല്ലാം ചെയ്യിച്ചിട്ടുള്ളത്. ഇത് ബ്രാഹ്മണത്താലി എന്നാണ് ഇതിന് പറയുന്നത്. ഇതിനകത്ത് ശിവലിംഗവും തുളസിത്തറയും ഉണ്ട്. അപ്പോൾ ഈ താലിയെ സംരക്ഷിക്കുന്നതിനായിട്ട് ഈ 8 16 പട്ടങ്ങളായിട്ടുള്ള 2 കണ്ണികളാണിത്. ഇത് പഞ്ചഭൂതങ്ങളാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നു എന്നാണ് സങ്കല്പം. പിന്നെ അപ്പുറം ഇപ്പുറം 2 ലക്ഷ്മിമാരുണ്ട്. ഇത് പിന്നെ ഗുരുവായൂരപ്പൻ്റെ ഒരു തകിടും കൂടും ജപിച്ച ഒരു തകിടാണ് ഇതിനടിയിൽ കിടക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർന്ന ഒരു ഓടാമ്പലിനകത്താണ് ഇത് ഇങ്ങനെ മൊത്തത്തിൽ ഇതിനെ ഇങ്ങനെ നമ്മൾ അണിയിച്ചിരിക്കുന്നത്. പിന്നെ ഈ 2 മുഖത്തിനും പ്രത്യേക ഒരു സങ്കല്പമുണ്ട് ഇതിന്. പിന്നെ ഇതെല്ലാം മിന്നുകളാണ്. ഈ മിന്നുകളെല്ലാം കൂടെ 1, 2 എന്നിങ്ങനെ ഇതിനകത്ത് 1, 2, 3 ഓരോ വർഷം നമ്മൾ ഇടുന്നതാണ് ഈ മിന്ന്. ഇതിലുണ്ട് 1, 2, 3, 4, 5 എന്നിങ്ങനെ രേഖപ്പെടുത്തി ഇങ്ങനെ വന്ന് ഇപ്പോൾ 24ാമത്തതാണ് ഇന്നിട്ടതാണ് 24. ഇത് നമുക്ക് ദേവപ്രിയ നമുക്കിങ്ങനെ തോന്നിപ്പിച്ച ഒരു സങ്കല്പമാണ്. ദേവപ്രിയ എന്ന് പറയുന്ന ആ ഒരു സങ്കല്പം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യും എന്നുള്ളത് നമ്മൾ ഇങ്ങനെ ചെയ്യാണ്. അപ്പോൾ ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്, ഇങ്ങനെ 24 എന്നുള്ള ഈ അക്കം ഇങ്ങനെ 100 വരെ ആകും എന്നാണ് ഞങ്ങൾ പറയുന്നത്. അപ്പം ഭഗവാൻ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് നമ്മൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. എങ്കിലും എല്ലാ അയ്യപ്പസ്വാമിയിലാണ് ഇരിക്കുന്നത്. 100 വരെ ഇടാനാണ് ആഗ്രഹം. എല്ലാം ഭഗവാന്റെ തീരുമാനം പോലെ നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് തോന്നിയത് ഇത് ഓരോ മിന്നും നമ്മളത് ഈ താലിച്ചരടിൽ കോർത്ത് വർഷാവർഷം വാർഷികത്തിന് നമ്മൾ ഭഗവതിയുടെ മുമ്പിൽ, ചേരാവള്ളി ഭഗവതിയുടെ തിരുമുമ്പിൽ അകത്ത് കൊടുത്ത് ഈ താലി പൂജിച്ച് പുറത്ത് കൊണ്ടുവന്ന് ഭഗവതിയുടെ മുന്നിൽ വീണ്ടും ആദ്യം മുതൽ മിന്നു കെട്ടുവാണ് ചെയ്യുന്നത്. അല്ല, ഇത് നമ്മുടെ ദേശത്തിൻ്റെയാണ്. ചേരാവള്ളി ഭഗവതി ക്ഷേത്രം ഗ്രാമദേവതയാണ്. കായംകുളം രാജാവ് പണി കഴിപ്പിച്ചിട്ടുള്ള അത്രയും പഴക്കമുള്ള പാരമ്പര്യമുള്ള ക്ഷേത്രമാണ്. അങ്ങനെ ഭഗവതിയുടെ മുമ്പിൽ തിരുമുമ്പിൽ വെച്ചിട്ടാണ് എല്ലാ വർഷവും അമ്മയുടെ മുമ്പിലാണ് താലി കെട്ടുന്നത്. അങ്ങനെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ മറ്റൊരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത്രയും വർഷക്കാലവും ഞാൻ സ്വാമിയായിട്ടിരിക്കുമ്പോഴാണ് ഞാൻ ഈ വാർഷികം വരുന്നത്. കാരണം ഞാൻ വ്രതം എടുക്കുന്ന സമയത്താണ് ഈ സംഗതി. ആദ്യത്തെ ഒരു വർഷം മോള് ജനിച്ച അന്ന് ആ വർഷം മുതൽ ഞാൻ സന്നിധാനത്തേക്ക് പോയിട്ടുള്ളത് നടന്നാണ്. അത് തുലാമാസത്തിലാണ് ഞങ്ങളുടെ വിവാഹം നടന്നത്. തുലാമാസം 1-ാം തീയതിയാണ് ഞാൻ മാലയിടുന്നത്. അപ്പം ആ വർഷം മുതൽ, മോള് ജനിച്ച ആ വർഷം മുതൽ ഇപ്പോൾ വരെയും തുടർച്ചയായി ശബരിമലയിൽ ഒരു മാറ്റമില്ലാതെ ഭഗവാന്റെ മുന്നിലേക്ക് നടന്നു പോകാനുള്ള ഭാഗ്യം ഇതുവരെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ തുലാമാസത്തിൽ തന്നെ ഈ വിവാഹ വാർഷികം വരുമ്പോഴും ഈ സ്വാമി വേഷത്തിൽ
അപ്പം അങ്ങനെയും കൂടെ ഒരു ഒരു ഭാഗ്യമുണ്ട്. കാരണം വ്രതനിഷ്ഠയോടുകൂടി എനിക്കത് ചെയ്യാൻ പറ്റുന്നത് ഒരു വലിയ മഹാഭാഗ്യമായിട്ടും നമ്മൾ ഈ സങ്കല്പത്തിന് നമ്മൾ കൊടുക്കുന്നതിന് കൂടുതൽ ഒരു ഊന്നൽ കൊടുക്കാനും അതുകൊണ്ട് സാധിക്കുന്നുണ്ട്. പിന്നെ 12 വർഷമായി കഴിഞ്ഞപ്പം ഞങ്ങൾ ഒരു നമ്മുടെ വീടിൻ്റെ മുന്നിൽ ഒരു ചെറിയ ഒരു യാഗം പോലെ നടത്തിയിട്ട് ശിവപാർവതി സങ്കല്പത്തിൽ നമ്മളിവിടെ വീണ്ടും ഇവിടെ ആ വർഷം മാത്രം നമ്മൾ അങ്ങനെയാണ് ചെയ്തത്. ഒരു തുടർ കല്യാണം പോലെ, ആദ്യം മുതൽ കല്യാണം പോലെ പൂമാലയൊക്കെ ചാർത്തി ആദ്യമായ രീതിയിൽ മിന്നൊക്കെ കെട്ടി അങ്ങനെ ഒരു ചെറിയ ഒരു കൊച്ചു ഒരു സംഗതി പോലെ കല്യാണം പോലെ നടത്തിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഈ വീണ്ടും ഒരു 12 വർഷം നമ്മൾ വീണ്ടും പിന്നിട്ടിരിക്കുകയാണ്. ഇപ്പോൾ 24ാമത്തെ വർഷമായി. ഇപ്പോൾ ഈ വർഷം വിപുലമായി മോള് സ്ഥലത്തില്ലാത്തത് കൊണ്ട് അത്തരം ഒരു വലിയൊരു ആചാരപ്രകാരമായുള്ള ചടങ്ങുകളൊന്നും നടന്നില്ല. പക്ഷേ മോള് വിദേശത്താണ്, റഷ്യയിലാണ്, MBBS ആണ്, 3ാം വർഷം ആണ് പഠിക്കുന്നത്. അതെ. അപ്പോൾ അതുകൊണ്ട് ഈ വർഷം നമ്മൾ നേരത്തെ മുൻ വർഷങ്ങളിൽ ചെയ്യുന്നത് പോലെ തന്നെ ക്ഷേത്രത്തിൽ പോയി മിന്നു കെട്ടി ഇങ്ങനെ ഇരിക്കുന്നു. ഒരു മോളേ ഉള്ളൂ. ഈ ദേവപ്രിയ എന്ന് പറയുന്ന സങ്കല്പം നമ്മുടെ സഹധർമ്മിണിയെ കൂടി ആ തരത്തിൽ നമുക്ക് ലഭ്യമായതുകൊണ്ട്, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതുകൊണ്ട്, ദേവപ്രിയ എന്ന് പറയുന്ന സങ്കല്പം എങ്ങനെയാണോ യാഥാർത്ഥ്യത്തിലേക്ക് ജീവിതത്തിലേക്ക് വരേണ്ടത്, അത് രൂപത്തിലും ഭാവത്തിലും എങ്ങനെയായിരിക്കണം, അതുകൊണ്ട് നമ്മളും പുള്ളിക്കാരിയിലൂടെ നമ്മൾ അങ്ങനെ സങ്കല്പിക്കുവാണ്. അതുകൊണ്ടാണ് വീട്ടിൽ ഞാൻ സെറ്റും മുണ്ടും ഉടുക്കണം, കഴുത്തിൽ ചരടിൽ തന്നെ താലി ഉണ്ടാവണം എന്നുള്ള രീതിയിൽ പോകുന്നത്. ഇവിടെ നമ്മുടെ വീടും ആ പരിസരങ്ങളും എല്ലാം ഈ സങ്കല്പത്തിന് വന്ന് വസിക്കുവാണെങ്കിൽ, നേരിട്ട് വന്ന് വസിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് എന്നോടൊപ്പം വസിക്കുവാണെങ്കിൽ അതെങ്ങനെ ആയിരിക്കും, അതിന് നമ്മൾ കൊടുക്കേണ്ട പരിഗണന, അതിനോട് നമ്മൾ എങ്ങനെയാണ് കാണിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലാണ് നമ്മളിവിടെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അത് പുള്ളിക്കാരി പൂർണ്ണമായിട്ടും അത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് നിൽക്കാൻ താല്പര്യം കാണിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. നമസ്കാരം. ചേട്ടൻ വിവരങ്ങളൊക്കെ പറഞ്ഞു. ചേച്ചിയുടെ വാക്കുകൾ എനിക്ക് കേൾക്കാൻ മാത്രമല്ല, ഒത്തിരി പേര് അറിയാമല്ലോ, ആ കമന്റ് നമ്മൾ കണ്ടോ, ഒരുപാട് പേര് ചേച്ചിയുടെ വാക്കുകൾ കേൾക്കണം. അന്ന് പറഞ്ഞായിരുന്നു പറയാ ഈ ഒരു ചടങ്ങ്, അത് എനിക്ക് തോന്നുന്ന എല്ലാത്തിനും ഒരു ലിങ്ക് ഉണ്ട്, ഈ ദേവപ്രിയായിട്ടുള്ള ഒരു കണക്ഷൻ. അപ്പൊ ആ ഇത് വെച്ചിട്ട് ഇങ്ങനെ പിന്നെ വർഷാവർഷം താലി പിന്നെ ചാർത്തണമെന്ന് പറഞ്ഞപ്പോൾ ചിലര് പറയും നമ്മൾ ആദ്യം ഒരു സമയം നോക്കിയിട്ട് താലി കിട്ടും എന്നൊക്കെയാണ് നമ്മൾ അങ്ങനെ ഒരു സങ്കല്പമാണ്. അപ്പൊ ഇത് നമ്മൾ എനിക്കൊന്ന് സമയം നോക്കുന്നില്ല, ഉണ്ടോ? ഇല്ല. അപ്പൊ ആദ്യം നമ്മൾ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് കിട്ടുന്നത്. കിട്ടപ്പോ അത് ഒരു കല്യാണമായിട്ട് മാറും. അപ്പൊ അതിന് ചേച്ചിക്ക് ആ ചേട്ടൻ അങ്ങനെ പറഞ്ഞപ്പോ എന്താ തോന്നി? ചേട്ടൻ പറഞ്ഞപ്പോ എനിക്ക് സന്തോഷമേ തോന്നിയുള്ളൂ. പിന്നെ ആർക്കും ഇല്ലല്ലോ ഇങ്ങനെ ഒരു അപൂർവ കാഴ്ചയാണ്. നമ്മളെവിടെങ്കിലും ചെല്ലുവാണെങ്കിലേ എല്ലാരും ചോദിക്കും, എന്താ ചേച്ചി ഈ താലി പിന്നെ സെറ്റും മുണ്ടുമൊക്കെ എന്താ ഉടുക്കുന്നത് എന്നൊന്നും. ഇപ്പൊ ഹോസ്പിറ്റലിലോട്ട് ചെല്ലുമ്പോഴായിരിക്കും പെട്ടെന്ന്, അവിടെ ആരും ഇങ്ങനെ വരത്തില്ലല്ലോ, സെറ്റും മുണ്ടിലും ആരും വരാറില്ലല്ലോ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ചേച്ചിയെ ഞങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു, എന്താ ചേച്ചി സെറ്റും മുണ്ടും പിന്നെന്താ താലി എന്താ. ഞാൻ ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ ചെന്നാൽ അവിടെ ഉള്ളവരെല്ലാവരും എപ്പോഴും ചോദിക്കും, എന്താ പറ്റി, ഞങ്ങൾ നോട്ട് ചെയ്തേക്കാം, എവിടാ ചേച്ചി താമസം, എന്താ സെറ്റും മുണ്ടും, താലിക്ക് എന്താ പ്രത്യേകത എന്നൊക്കെ ചോദിക്കും. ഒരു തുണിക്കടയിൽ പോയാലോ അല്ലെങ്കിൽ ഒരു സ്വർണ്ണാഭരണ കടയിൽ പോയാലോ പുള്ളിക്കാരിക്ക് യാതൊരു ഐഡിയാസോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ എടുത്തു കൊടുക്കുന്ന ഡ്രസ്സ്, ഞാൻ എടുത്തു കൊടുക്കുന്ന ആഭരണങ്ങൾ അല്ലാതെ സ്വന്തമായി ഒരു സാരിയോ അല്ലെങ്കിൽ മറ്റൊരു സെറ്റും കൊണ്ടോ ഒന്നും. പിന്നെ ഈ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് നമ്മളിപ്പം ഈ യക്ഷി സങ്കല്പത്തിലുള്ള ദേവപ്രിയ എന്ന് പറയുന്ന സങ്കല്പത്തിലുള്ള സംഗതി എൻ്റെ ഭാര്യയിലേക്ക് ഞാൻ അതിനെ സങ്കല്പിച്ച് വെക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടായിരിക്കാം ഈ ഡ്രസ്സുകളെല്ലാം, അതായത് എൻ്റെ ഭാര്യ പ്രിയ ധരിക്കുന്ന ഡ്രസ്സുകളെല്ലാം ഭരണിക്കാവ് ഭഗവതിയുടെ കിട്ടുന്ന ഡ്രസ്സുകളാണ്. ലേലത്തിലല്ല, അവിടെ ഞാൻ ചെന്നിട്ട് അവിടെ നിന്ന് ദേവിയെ ചാർത്തുന്ന, അവിടെ ചെട്ടുളങ്ങര ഭഗവതിയുടെ കൂട്ട് തന്നെ പുറകില് ചാന്താട്ടമുള്ള ക്ഷേത്രമാണ്.
അപ്പൊ ഈ ചാന്താട്ടത്തിന്റെ ചാന്ത് ഈ സെറ്റും മുണ്ടയിലെല്ലാം ആവും. അപ്പൊ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ക്ഷേത്രങ്ങളിൽ ഒരു സെറ്റും മുണ്ടും കൊടുത്താൽ അത് പിന്നെ മടക്കി തന്നെ അവരുടെ അമ്മയുടെ പാദത്തിൽ വെക്കത്തതേ ഉള്ളൂ, അല്ലെങ്കിൽ സൈഡിൽ എങ്ങനെ ഒന്ന് വിരിക്കത്തതേ ഉള്ളൂ. പക്ഷെ അവിടെ അങ്ങനല്ല, അത് നൂത്ത് ഈ പുറയിലത്തെ ചാന്താടുന്ന വലിയ വിഗ്രഹത്തിലോട്ട് ഇങ്ങനെ ചാർത്തും, ഇങ്ങനെ വിരിച്ചങ്ങിടും. അപ്പൊ വിരിച്ചിടുമ്പോ ഇതിലെല്ലാം ഈ ചാന്തക് പെരളും, കറുത്ത ചാന്തക് പെരളും. അതുകൊണ്ട് ഇത് ആർക്കും വേണ്ട. ഈ തിരുമേനിയും കൊണ്ടുപോകത്തില്ല, കടക്കാരനും കൊണ്ടുപോകത്തില്ല, കടക്കാരനും കൊണ്ടുപോകത്തില്ല, ആരും കൊണ്ടുപോകത്തില്ല. ഇത് ഇങ്ങനെ അവിടുന്ന് അതേപോലെ എടുത്ത് ചുരുട്ടി ഈ ഇവിടെ പിന്നെ അവിടുത്തെ തെടപ്പള്ളിയോ അല്ലെങ്കിൽ അവിടുത്തെ ഓഫീസ് റൂമിലോ ചുരുട്ടി അങ്ങ് വെറുതെ വെച്ചേക്കുവാ ചെയ്യുന്നത്. ആർക്കും ഇത് ഈ ചാന്തുള്ളത് കൊണ്ട് വേറെ ആർക്കും ഇത് കൊണ്ടുപോകാൻ ഭയവുമാണ്. പക്ഷെ ഞാൻ ഒരു 3 മാസമോ അല്ലെ 4 മാസമോ ഒക്കെ പോകുന്ന സമയത്ത് ഞാൻ നേരെ അങ്ങോട്ട് പോകും. അത് ഞാൻ അവിടെ കല്യാണത്തിന് അവിടെ നമ്മുടെ ഫോട്ടോഗ്രാഫി അല്ലേ, അപ്പൊ നമ്മൾ അവിടെ ചെല്ലുമ്പോ ഈ സംഗതി നമ്മൾ കാണുമല്ലോ. അങ്ങനെ കണ്ട ആദ്യ കാലം തൊട്ടേ അവിടെ ഞാൻ ചെല്ലുമ്പോഴേ എനിക്കറിയാം ഇതെല്ലാം എനിക്ക് വേണ്ടിയിട്ട് അവിടെ കൂട്ടി വെച്ചു. ഈ ഉടുത്തേക്കുന്ന സാരി ഈ ഒരെണ്ണം ഒഴിച്ച് ബാക്കിയല്ല. ഇതിപ്പം ഇതിന് വരുന്നത് കൊണ്ട് പിന്നെ എന്നോട് പറയാതെ ഇതൊന്ന് മാറിയത്. കാരണം എനിക്ക് മറ്റേത് ഉടുക്കുന്നതാണ് ഇഷ്ടം. അപ്പൊ ഇനി രാജീവ് എന്തെങ്കിലും വിചാരിച്ചാലോ ഞാൻ ഇങ്ങനെ വന്നിട്ട് നല്ലൊരു ഡ്രസ്സ് ഇല്ലാതെ നിൽക്കുന്നത് രാജീവിനുള്ള സത്യം പറഞ്ഞ രാജീവ് എന്തെങ്കിലും വിചാരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ, ഇല്ലെങ്കിൽ ആ ഡ്രസ്സ് അതല്ലേ മോനെ ഇങ്ങനെ കൊണ്ടുവരുമ്പോഴേ ഫുള്ള് ചാന്താട്ടം നടത്തിയതേ കറുത്തെ ഫുള്ളായിട്ടും കാണും. ഞാൻ ഇരിക്കുമോ ഇതെങ്ങനെ ഉടുക്കുന്നത്, പുറത്തോട്ട് ഉടുക്കുമ്പോ എല്ലാം ഇരിക്കത്തില്ലയോ, അവിടെ ഇവിടെയൊക്കെ കറുപ്പ് കാണുമ്പോ എന്തോ. പക്ഷെ ഞങ്ങൾക്കത് പോകരുതെന്ന് ആഗ്രഹം. പക്ഷെ അത് പോകത്തുമില്ല, വേറൊരാളെടുത്ത ആ സാധനം പോകത്തില്ല. പക്ഷെ ഇവിടെ പ്രിയ കൊണ്ടുവന്ന് ഒരൊറ്റ വെള്ളത്തിൽ മുക്കി വെക്കുമ്പോ തന്നെ അത് പോകും. ഞങ്ങൾക്ക് പോകരുതെന്നായതുകൊണ്ട് പിന്നെ അത് പോകും. അതിനൊരു ചെറിയ കാണും, പക്ഷെ നമ്മൾ ഉടുക്കുന്ന ഭാഗത്തൊന്നും അറിയത്തില്ല, അകത്തൊക്കെ ആയിരിക്കും. അമ്മയുടെ ഭരണിക്കാവ്, കറ്റാനം ഭരണിക്കാവ് ക്ഷേത്രത്തിലെ അമ്മയ്ക്ക് ഉടുപ്പിച്ച സെറ്റും മുണ്ടുമാണ് ഈ 24 വർഷവും പ്രിയ ഉടുത്തോണ്ടിരിക്കുന്ന സെറ്റും മുണ്ട്. ഈ ഇടയ്ക്കാ ഞാൻ BSM ചെന്ന് കഴിഞ്ഞ ആഴ്ച അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ. അപ്പോൾ അവർ ഞാൻ ICUയിൽ ഇരിക്കും, പുറത്തിരിക്കുക ICUയിൽ അമ്മ. അതിൽ അവർ പറഞ്ഞ് 2 ദിവസം കൊണ്ട് ചേച്ചിയെ നോക്കുമായിരുന്നു, എന്താ സെറ്റും മുണ്ട് കൊടുത്തോണ്ടിരിക്കുന്നത്. പിന്നെ താലി നോക്കിയപ്പോൾ മാലയാണോ എന്തോ ചേച്ചി ഇത് മനസ്സിലാകുന്നില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞ എല്ലാം എഴുതിയിട്ടുണ്ട്, നമ്പറുണ്ട്, ഇതായത് വെഡിങ് ആനിവേഴ്സറിക്ക് ഇടുന്നതായിരുന്നു. ഇതെന്താ ആരുടെ ഇഷ്ടമായി ഇത് ഇടുന്നത്? ഞാൻ പറഞ്ഞ ഇതൊക്കെ ചേട്ടൻ്റെ ഇഷ്ടമാണ്. പറഞ്ഞു യക്ഷിയാണോ ഉണ്ടോ എന്ന് എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ, വരുന്നവരൊക്കെ കാണുന്നുണ്ടോ യക്ഷി ഉണ്ടോ. പിന്നെ പേടിയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോഴും ഫുൾ ടൈം ഞാനായിരിക്കുമല്ലോ ഈ വീട്ടിലെ പോലെ, ഒറ്റയ്ക്ക് എപ്പോഴും രാവിലെ പോലും രാത്രി വരെ. ചേട്ടൻ വരുമ്പോ ഒത്തിരി ലേറ്റ് ആവും. പിന്നെ മോളും ഇപ്പൊ ഇല്ലാത്തോണ്ട് ഇവിടെ എനിക്ക് അങ്ങനെ ഒന്നും പേടിയായിട്ടൊന്നുമേ തോന്നിയിട്ടില്ല. ചേച്ചിയാണ്. ഞാൻ എന്നും നോക്കും ഇങ്ങനെ വൈകിട്ടേ എന്താ കമന്റ് ഇട്ടേക്കുന്നത്, ആരായെന്തോ അത്. ഞാനങ്ങനെ അതെ അവരെങ്ങനെ അതെ എല്ലാരും ഇങ്ങനെ കമന്റ് ഇട്ടൊക്കെ ഞാൻ വിചാരിക്കാം ഇനി എന്നിൽ തന്നെ ഉണ്ടോ, പക്ഷെ ഞാനൊന്നും കണ്ടിട്ടില്ലല്ലോ. എന്താ ഇങ്ങനെ വിചാരിക്കാറുണ്ട് ഞാന്. എനിക്ക് അങ്ങനൊന്നും പ്രത്യേകിച്ച് അങ്ങനെയൊന്നും അങ്ങനെയൊന്നും ഇല്ല. എന്നാലും വന്നു പോകുന്നു. അതെ ഇവിടെ അതുപോലെ മ്യൂറല് ചെയ്തേക്കുന്ന കണ്ടില്ലേ അകത്ത്, അത് ഫുള്ള് ദേവപ്രിയയുടെ രൂപം ചെയ്തെങ്കിലും എൻ്റെ ഫേസ് അത് വന്നേക്കുന്നു. 1 വർഷം കൊണ്ടായിരുന്നു വരച്ചത്. വരച്ചു കഴിഞ്ഞാൽ എല്ലാവരും വന്നിട്ട് ചിലവരൊക്കെ ഇതിനകത്തിനും കമന്റ് ഇട്ടിട്ടുണ്ടല്ലോ. ചിലവരൊക്കെ പറഞ്ഞിട്ടില്ലേ ദേവപ്രിയ യക്ഷിയുടെ രൂപം ചേച്ചിയുടെ കൂട്ട് തന്നെ ഇരിക്കുവാന്നല്ലോ എന്ന് തോന്നുന്നു. പക്ഷെ അവരൊന്നും കണ്ടിട്ടില്ലാതെ പറഞ്ഞതല്ലേ. പക്ഷെ കണ്ടിട്ടില്ലല്ലോ അവരൊന്നും. അപ്പം എന്നെ കണ്ടിട്ടില്ല, പിന്നെ നമ്മുടെ സങ്കല്പത്തിലും കണ്ടിട്ടില്ലല്ലോ, അവരൊന്നും ഇല്ല. പക്ഷെ ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നതേ മോനെ ഈ മ്യൂറല്. ചിലവർ കണ്ടിട്ട് ഇവിടെ നോക്കിയിട്ട് ചോദിക്കും, അയ്യോ ചേച്ചിയുടെ രൂപം തന്നെയാണല്ലോ, ചേച്ചിയുടെ മുഖം തന്നെയാണല്ലോ ഈ വരച്ചേക്കുന്നത്. നമ്മള് നവാഹം നടത്തിയ സമയത്ത് നമുക്കിവിടെ ഭാഗവതം പാരായണം ചെയ്യാൻ വന്ന, അപ്പോ ആ ഭാഗവത പാരായണം ചെയ്യാൻ വന്ന അവർക്ക് ഉണ്ടായ ഒരു അനുഭവം ഉണ്ട്, അത് പ്രിയ പറയും. ഒരു 3 പേരുണ്ടായിരുന്നു. അപ്പം നമ്മൾ റൂം കൊടുത്തവർക്ക് റൂമിൽ അവർ ഉറങ്ങാനായിട്ട് ഉറങ്ങുകയൊക്കെ ചെയ്ത് പിറ്റേ ദിവസം പറഞ്ഞ്, അയ്യോ ഞാൻ ഇന്ന് നിൽക്കുന്നുള്ളൂ, പോവാങ്ങ്, ഇവിടെ നിൽക്കാൻ എനിക്ക് പേടിയാണ്. ചോദിച്ചാൽ എന്തോ പറ്റിയെന്ന്. എന്തോ എനിക്ക് പേടിയാണ് ഭയങ്കര. ഒന്നാമത് കതവ് തുറക്കാൻ പറ്റുന്നില്ല,
എന്നെ കാണിച്ചു കൊടുത്തു എങ്ങനെയാണെന്നല്ല. പക്ഷെ അവർക്ക് എത്ര നോക്കിയിട്ട് ആ കതവ് തുറക്കാനും പറ്റുന്നില്ല. പിന്നെ എന്തോ രൂപം കാണുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയാ, അവിടെ നിൽക്കുന്നില്ലെന്നും പറഞ്ഞ് ഒരു ദിവസം നിന്നുള്ള ഒരാൾ. പിന്നെ 2 പേര് പക്ഷേ ഫുൾ ഡേ നിന്ന് കഴിയുന്നത്. അത് ചോദിച്ചിട്ട് അവർ പറയുന്നില്ല, വ്യക്തമായിട്ട് പറഞ്ഞില്ല എന്താണെന്ന്. പനിയായി, അങ്ങ് ഭയങ്കരമായിട്ട് പനിയായി, പിന്നെ വന്നില്ല.